നമ്മളെ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ചില വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും ആ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്ത മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉള്ള കാര്യം നമുക്കറിയാൻ പറ്റുക. അത് ഷോർട്സ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് ആയിരിക്കാം, ചിലപ്പോൾ കുക്കിംഗ് വീഡിയോസിൻ്റെ ഇടയിൽ നമ്മൾ മ്യൂസിക് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ അതായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം, അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മളെ ഫോണിൽ ഷൂട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ആ ഒരു മ്യൂസിക്കിന് അല്ലെങ്കിൽ ആ ഒരു പാട്ടിനും നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാം. ഈ ഒരു കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാനാണ് നോക്കുക. ഞാനും അങ്ങനെ 2-3 വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തായിട്ടാണ് ഞാനൊരു കാര്യം നമ്മൾ YT സ്റ്റുഡിയോയിൽ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ ഒരു കോപ്പിറൈറ്റ് കിട്ടിയ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു കോപ്പിറൈറ്റ് നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ തന്നെ ആ ഒരു വീഡിയോയിൽ നിന്ന് ആ ഒരു മ്യൂസിക്കുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ തന്നെ ആ ഒരു വീഡിയോയിൽ കോപ്പിറൈറ്റ് മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും മനസ്സിലാകും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഇട്ട ഈ ഒരു വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോയ്ക്കാണ് കോപ്പിറൈറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് കോപ്പിറൈറ്റ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു റെസ്ട്രിക്ഷൻ കോപ്പിറൈറ്റ് എന്ന് കണ്ടില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഓഡിയോ ആരുടെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതൊക്കെയാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇറേസ് ദ സോങ് കാണിക്കും. അതായത് ആ ഒരു സോങ് നമുക്ക് ഇറേസ് ചെയ്ത് കളയാനാണ്. അതങ്ങനെ ഇറേസ് സോങ് കൊടുത്ത് സേവ് ചെയ്യുക. അങ്ങനെ അപ്പോൾ ഇതേപോലെ ഓവർവ്യൂ കാണാം. അപ്പോൾ നമുക്കിതൊന്ന് കേട്ട് നോക്കാം കേട്ടോ, ആ ഒരു സോങ് പോയിട്ടുണ്ടോ പോയിട്ടില്ലേ എന്നുള്ളത് അപ്പോൾ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നേരെ ബാക്ക് വരാം. അങ്ങനെ ബാക്ക് വരുന്ന സമയത്ത് പിന്നെയും നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കോപ്പിറൈറ്റ് കാണിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു വീഡിയോ കൊടുക്കുന്ന സമയത്ത് ചെക്കിങ് എന്നാണ് കാണിക്കുന്നുണ്ടാവുക. അതായത് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കോപ്പിറൈറ്റ് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുക്കിംഗ് വീഡിയോസിലൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്ന കുറച്ച് മ്യൂസിക് ഉണ്ടാവുമല്ലോ, ആ ഒരു മ്യൂസിക്കിനും ഇടയ്ക്ക് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാറുണ്ട്. ആ ഒരു മ്യൂസിക്കും ഇതേപോലെ തന്നെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഈ കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരും വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ നമുക്ക് കോപ്പിറൈറ്റ് കളയാൻ പറ്റും. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇനി നമ്മളെ വീഡിയോസിലൊക്കെ കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ നമ്മളെ വീഡിയോസിൻ്റെ ഒക്കെ ഇടയിൽ കൊടുക്കുന്ന മ്യൂസിക്കൊക്കെ നമ്മൾ ഇതേപോലെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വേറൊരു ഓപ്ഷൻ കൂടി കാണും. അതായത് നമുക്ക് വേറെ ഏതെങ്കിലും, അതായത് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് അതിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് അതിൽ അപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു കോപ്പിറൈറ്റ് ഇൻ്റെ ചാനൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഒക്കെ 200-300 വ്യൂസൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ ഇട്ട ഒരു വീഡിയോയ്ക്ക് ഏകദേശം ഒരു 1 ഡേ കൊണ്ട് തന്നെ ഒരു 2000 സംതിങ് ഒക്കെ വ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായി. പക്ഷേ പിന്നെയാണ് നോക്കുമ്പോൾ ഇതിന് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് വ്യൂസൊക്കെ കുറച്ച് കൂടുതൽ കിട്ടിയ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1K+ ഒക്കെ വ്യൂസ് കിട്ടിയാലാണ് നമുക്ക് അതിനനുസരിച്ച് കുറച്ച് വാച്ച് അവറൊക്കെ കിട്ടുക. സോ അത്രയും വാച്ച് അവർ നമ്മൾ കിട്ടിയ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഡിലീറ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിയ ആ ഒരു വാച്ച് അവറും കുറയും. അപ്പോൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാത്തവർക്കൊക്കെ ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വാച്ച് അവർ കുറയാന്നൊക്കെ പറയുന്നത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യൂസൊക്കെ കിട്ടിയ വീഡിയോസിനായിരിക്കും ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുക. അപ്പോൾ ആ ഒരു കോപ്പിറൈറ്റൊക്കെ ഇതേപോലെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ.